അല്ല ഇതാര്? പുതിയ CI സാറല്ലയോ? എന്നതാ ഇങ്ങോട്ടൊക്കെ? I am Athena Alex. ഓ, മേഡം വലിയ ഫേമസ് അല്ലയോ? അല്ല, ഞാൻ എന്നെ വേണം കുടിക്കാൻ വല്ലതും? No thanks. Baby, எனக்கு ഫ്രെഡി അർജന്റാ പാക്കണം. കൂപ്പിട്. അയ്യോ മേഡം, അതിന് ഫ്രണ്ട് ഇവിടെ ഇല്ലല്ലോ. പോയി சொல்லாத സാർ. അയ്യോ ബേബിച്ചൻ കള്ളം പറയില്ല മാഡം. മേഡം, സെർച്ചോ? അയ്യോ അറിയത്തില്ലേ, ഇത് ബേബിച്ചന്റെ വീടാ. அப்படியா? இந்த பேபிச்சன் யாரு? മേഡം ഫോൺ എടുത്തട്ടെ. സർ. അതേനാ, വേർ ആർ യു? സർ, ഞാനിപ്പോ ബേബി വീട്ടിൽ இருக்கேன். ഫ്രെഡിയെ നോ, താൻ അർജന്റായി സ്റ്റേഷനിൽ എത്തണം. ദിസ് ഈസ് മൈ ഓർഡർ. ഓക്കെ സർ. അദീന, ഏത് ഓർഡറിന്റെ ബലത്തിലാ താൻ ബേബിയുടെ വീട്ടിലേക്ക് ഓടിക്കയറിയത്? യുനോ, താൻ ഉദ്ദേശിക്കുന്ന പോലെ വെറും ഒരു പുത്തൻ പണക്കാരനല്ല ഇയാൾ. ബേബി ആരാന്ന് തനിക്കറിയില്ല. പിന്നെ അത് തൻ്റെ സർക്കിളിൽപ്പെട്ട ഇടമല്ലല്ലോ. റവന്യൂ മിനിസ്റ്ററുടെ കസിനും ബിനാമയൊക്കെയാ ഈ ബേബിയും ഫ്രണ്ടിയും ഒക്കെ. ഇവിടെ വരും വരെ ദാ ഫോണിലായിരുന്നു ഞാൻ. തലയ്ക്ക് സ്വയം തന്നിട്ടില്ല മോളിലുള്ളവർ. എടോ, ഇപ്പോഴും രാഷ്ട്രീയക്കാരുടെ കയ്യിലെ കളിപ്പാവളാ ഞാനും താനോടങ്ങുന്ന പോലീസ് ഫോഴ്സ്. നമ്മൾ അനുസരിച്ചേ പറ്റൂ. പരവായില്ല സാർ, നിറയെ പാത്തിട്ടെ. அதுக்குதான் ஒரு வருஷத்தில் 5 வாட்டி சஸ்பென்ஷன் கிடைச்சது. இந்த வேலை போனாலும் பரவாயில்ல சார். അദീന, ഐ വാണ്ട് ടു ടോക്ക് ടു യു പേഴ്സണലി. சொல்லுங்க சார். ഇത് എൻ്റെ വാക്കല്ല, മുകളിൽ നിന്ന് പറഞ്ഞത് ഞാൻ തനിക്ക് ഫോർവേഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് പിന്നെ അദീന ഇപ്പം എത്ര ചോദിച്ചാലും തരാൻ ആളുണ്ട്. പിന്നെ ஐ கெஸ் யூ சார், ஃபைனல் டயலாக் இதாகுமென்னு இந்த மாதிரி என்கிட்ட சொன்னாலதான் அந்த 5 പണിഷ്മെന്റ്സും അതും സാറിന്റെ റാങ്കിലുള്ള ഓഫീസേഴ്സിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചതാണ്. അദീന, ഞാൻ ഐ നോ സർ, സാറുടെ പ്രഷർ, ബട്ട് ഐ എം ഹാപ്പി. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം, அந்த பிராஞ்சே கொலை செய்து அவனோட கையில நிதி எடுத்தது அந்த பேபியும் ഫ്രെഡിയാണ്. അതിന് സോളിഡ് എവിഡൻസ് ഉണ്ടോ തന്റെ കയ്യിൽ? യെസ്, ഇതിലും വലിയ തെളിവ് വേണമാ സർ? വിത്തിൻ 2 days സാർ ഉദ്ദേശിക്കുന്ന എവിഡൻസുമായി അവരെ അറസ്റ്റ് ചെയ്ത് സാറുടെ മുന്നാടിയിട്ട് തരാം. അദീന, ആവേശം കാണിക്കണ്ട. ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, പിന്നെ ഞാൻ ഉണ്ടാവും തന്റെ കൂടെ. വെയിറ്റ്, ദിസ് ഈസ് മൈ ഓർഡർ. സർ. ആൻസി, നീ കാര്യം പറ. നീ എന്നെ ഒന്നും മിണ്ടാത്തെ? എന്തോ സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ആൻസി, ഇത് നിർത്ത്. ഇതിപ്പോ കുറെ നേരമായല്ലോ. എന്നതാ ഇതിന്റെ പ്രശ്നം? കുഞ്ഞോനെ, നമ്മൾ ഒന്നിച്ചുള്ള ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടോ? ആൻസി, നിനക്ക് എന്നാ പറ്റിയത്? അത് നടക്കില്ല കുഞ്ഞോനെ. ഫ്രെഡി അതിന് സമ്മതിക്കില്ല. അവനൊരു വട്ട് കേസാ, നിനക്കറിയാവുന്നതല്ലേ. നീ വിചാരിക്കുന്ന പോലെ അത്ര ശരിയല്ല കാര്യങ്ങൾ. നമ്മുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് തന്നെയാ അവൻ എൻ്റെ ഹോസ്റ്റലിൽ കയറി വന്നത്. എന്നിട്ട് എൻ്റെ ദേഹത്ത് കൈ വെച്ചത്. ഇന്നലെ ഞാൻ കണ്ടത് വേറൊരു ഫ്രണ്ടിനെ ആയിരുന്നു. ഇതുവരെ കാണാത്തൊരു ഭാവം. എനിക്ക് പേടിയാവുന്നുണ്ട് കുഞ്ഞോനെ. എനിക്കെപ്പോഴും ധൈര്യം തരുന്ന നീ ഇങ്ങനെ. എന്നോടല്ല കുഞ്ഞോനെ, ഇപ്പൊ അവന്റെ പക മുഴുവൻ നിന്നോടാ. നമ്മുടെ പിന്നാലെ ഉണ്ടാവൻ. ഒരിക്കലും നമ്മളെ അവൻ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഹാൻസി, നമ്മൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് ദൈവം തീരുമാനിച്ചത്. അതേത് ഫ്രെഡി വന്നാലും മാറ്റാൻ പറ്റില്ല. പിന്നെ നീ ധൈര്യമായിട്ടിരിക്കും, നിനക്കൊന്നും സംഭവിക്കില്ല. ഞാനായി പറയുന്നു, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഫ്രെഡിയുടെ കാര്യത്തിലും അതുണ്ടാവും. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇനി ഒരിക്കൽ കൂടെ അവന്റെ മുന്നിൽ പെട്ടാ പിന്നെ ഞാൻ ഉണ്ടാവില്ല.
ചേട്ടാ 4 ചായ. മാത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഇനി ആ ഓട്ടോക്കാരനെ പൊക്കണമെന്നാ പെണ്ണുമ്പിള്ളയുടെ പ്ലാൻ. മാർത്തൻ സർ, മേഡം ആ പുള്ളക്കുട്ടിക്കാരൊക്കെ കാപ്പാത്തുങ്ക ഒന്നും ഇങ്ങനെ ആകുമെന്നറിഞ്ഞോണ്ടല്ല. അവരൊക്കെ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എന്നെ കൊന്നു കളയൊന്ന് പേടിച്ചിട്ടാ മേഡം. മാപ്പാക്കണം മേഡം, പ്ലീസ്. കരഞ്ഞിട്ട് കാര്യമില്ല മാത്ത സാറേ. നാട്ടുകാർ പിടിച്ചേൽപ്പിച്ച ഫ്രെഡിയും ഫ്രണ്ട്സും എങ്ങനെ പുറത്തു പോയെന്ന് പറ. ബേബി വിളിച്ചു, സാർ അവന്മാരെ അങ്ങ് വിട്ടു. അതല്ലേ സത്യം? ആ മാത്ത, താൻ അവരെ വിട്ടു. ഇടൂ, രാവിലെ ഞാൻ തന്നെ വന്ന് സ്റ്റേഷൻ എത്തിച്ചോളാം. താൻ പേടിക്കണ്ട, തനിക്കൊരു കുഴപ്പം വരത്തില്ല. ഇത് ഞാനല്ലേ പറയുന്നത്. സേക്രേട്ടനുണ്ടായിരുന്നില്ലേ അന്ന് ഡ്യൂട്ടിയിൽ? അന്ന് നൈറ്റ് പെട്രോളിങ്ങിന് ഞങ്ങളെയൊക്കെ വിട്ട് ഇദ്ദേഹമല്ലേ? എന്നെ രക്ഷിക്കണം മേഡം, എന്നെ രക്ഷിക്കണം പ്ലീസ്. ഇനി തനിക്ക് തെരിഞ്ഞതെല്ലാമേ സൊല്ല്, ഉണ്മയാ സൊല്ല്. അറിയാം മേഡം, അന്ന് കുളം കുഴിക്കുന്ന സമയത്ത് ഫ്രാഞ്ചിക്ക് അവിടെ നിന്ന് ഒരു നിധി കിട്ടി. അതും കൊണ്ട് അവൻ നേരെ ബേബിയുടെ വീട്ടിൽ പോയി. ഞാനിവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഇല്ല മാത്ത, പുറത്തേക്ക് അവർ വിടത്തില്ല. എന്ത് ചെയ്യടാ? ഫ്രെഡി, നീ വെറുതെ നിലയിട്ടിരിക്കരുത്. അവിടെ അടങ്ങി കിടക്കടാ. പണി ഉണ്ടാക്കിട്ട് നാളെ ജാമ്യം കിട്ടുന്ന ഒരു അലമ്പൊന്നും ഉണ്ടാക്കാതിരുന്നൂടെ? ഇത് ബെസ്സായി മാത്രമായതുകൊണ്ട് നിങ്ങൾ ഇറക്കി വിട്ടു. എന്റെ കൂടെപ്പുറപ്പ് ജയിലിൽ കിടക്കുന്ന കാണാൻ എനിക്ക് മേലാഞ്ഞിട്ടാടാ. ഞങ്ങൾ ആ പെൺകൊച്ചിനെ ഒന്നും ചെയ്തിട്ടില്ല ചായ, സത്യം. ആ ജോസ് ഞങ്ങളെ പെടുത്തിയതാ ചായ. അവൻ ഇച്ചിരി വളരുന്നുണ്ട്. ആ നന്മവരം ഇനി അവിടെ വേണ്ട. വെള്ളം ഒഴിക്കണ്ടേ? ഇവനെന്നെ ഇപ്പോ പ്രാഞ്ചി വരുന്നുണ്ടോ? ആ കയറിപ്പോ 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 കയറിപ്പോ. എന്നോട് പ്രാഞ്ചി വേവിച്ചാനൊന്ന് കാണാനാ. ഇതെന്നത് അത്യാവശ്യമുണ്ട്, ഒന്ന് വിളിച്ചേ. വേവിച്ചായ ഒരു കാര്യമുണ്ട്. എന്നതാടാ പ്രാഞ്ചി ഈ നേരത്ത് പതിവില്ലാതെ? ദേ ഇത് കണ്ട, കുളം കുഴിച്ചപ്പോ കിട്ടില്ല ഒരു കുടത്തിന്ന്. എന്നതാടാ ഇത്? പേരൊന്നും എനിക്ക് അറിയത്തില്ല, നല്ല വില കിട്ടുന്നറിയാം. അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. പോലീസ് നാട്ടുകാർ പറഞ്ഞാൽ എനിക്കിത് നഷ്ടമാവും. ബേബിച്ചൻ എന്നെ ഒന്ന് സഹായിക്കണം. ചാക്കോ, ഒന്ന് ഒഴിച്ചു കൊടുക്കടാ പ്രാഞ്ചി. അടി. ഇത് നാട്ടിലെങ്ങും കിട്ടാത്ത സാധനം. മരതകമാണെങ്കിൽ നല്ല വില കിട്ടും. വിട്ടുകളയരുത്. പ്രാഞ്ചി ഇങ്ങ് വന്നേ. എടാ, നീ ഇങ്ങോട്ട് വന്നത് ആരെയും അറിഞ്ഞായിരുന്നോ? ഒരു പട്ടി കുഞ്ഞിന് അറിഞ്ഞിട്ടില്ല. നന്നായി. അതെ, കാഴ്ചക്ക് കൊള്ളാം. നീ കരുതുന്ന പോലത്തെ ഒരു സാധനം തന്നെയത്. ഇത് ഒരു കല്ലടാ. എന്നായാലും നീ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നതല്ലേ? ഈ ബേബിച്ച 10,000 രൂപ കയറും അല്ല? 10,000 ഉലുവായ പള്ളി പോയി പറഞ്ഞാൽ മതി. ഇത് മേടിക്കാൻ വേണ്ടിയേ വേറെ മുതലാളിമാരോട് ഞാൻ നോക്കട്ടെ. ഒന്ന് പോയച്ചാ 10,000 ഉലുവ. നീ പോലടാ. എനിക്കിത് വേണ്ട. നീ ഇത് ആർക്കച്ച കൊടുത്തോ? വന്ന സ്ഥിതിക്ക് നീ ഒരെണ്ണം കൂടെ അടിച്ചിട്ട് പോടാ. വാ. അതേടാ, ബേബിച്ചൽ തന്നെ.
ചാക്കോ അവനെ വലിച്ചു കൂട്ടിയിടാ. ഏയ് എനിക്കത് വേണ്ട. എന്റെ മക്കളെ ഓർത്ത് എന്നെ കൊല്ലരുത് രാജാ. എന്നെ വിടുതൽ കൊണ്ട് ഇവനെ വിശ്വസിക്കുന്ന ബേജായ കൊല്ലണം. എന്റെ മക്കളെ ഓർത്ത് എന്നോട് വില പറയാൻ മാത്രം നീ വളർന്നോടാ പിഴച്ച നായി. നിന്നെപ്പോലുള്ള ചോര ചവിട്ടിയിലടാ ഞാൻ നീ കാണുന്നത് ജീവിച്ചാണ്. ആ മുകളിലുള്ള പിള്ളേരെ വിളിച്ച് ഇവനെവിടെ കൊണ്ട് കളയാൻ പറ. നിന്നോട് കൂടിയാ. നിന്നെ കൊണ്ട് പറ്റും. വയ്ക്കും. താങ്ക് യു. എക്സ്ക്യൂസ് മീ, എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടി ഓർഡർ വന്നിട്ടുണ്ട്. ഓ വന്നാ സന്തോഷമായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചേ. ഹലോ, സാറിന്റെ അവിടെ സാറിനുള്ള ഓർഡർ ഞാൻ ഹൈസ്കൂളിൽ കൊണ്ടുതരാം കേട്ടോ. ഒരു ഗ്യാപ്പ് കിട്ടിയ കള്ള കൃഷ്ണൻ. നീ വീട്ടിലോട്ട് പോടോ, ഞാൻ കൊള്ളാൻ വെച്ചിട്ടുണ്ടോ മുട്ട കൊള്ളോ. ടീച്ചറെ ശരി. അപ്പൊ ഇനി എല്ലാവരും ഒന്ന് കുറച്ചുകൂടെ കഷ്ടപ്പെട്. വെറുതെ പണിയൊന്നും കൊടുക്കാതെ സുഖിച്ചുവിട്ടിരിക്കുമല്ലേ. പിന്നെ എല്ലാവരുടെയും പേരും നാളും സെന്ററും എല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളവും വെളിച്ചവും ഇല്ലാത്ത പാമ്പും പഴുതാരയുമുള്ള നല്ലൊരു സെന്റർ കിട്ടുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ. വിനോദ് സാറേ, എന്റെ സെന്റർ എവിടെയാ? എന്നാലേ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഓർഡർ അങ്ങ് വായിക്കാം. ശ്യാമല ടീച്ചർ അങ്കമാലി. ഈശ്വര, വല്ല കുഴപ്പം പിടിച്ച സ്ഥലമാണോ സാറേ? ഏയ്, ഒരു കുഴപ്പമില്ലെന്നേ. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് എനിക്ക് അവിടെയായിരുന്നു ഡ്യൂട്ടി. പേടിക്കാൻ മാത്രമൊന്നും ഇല്ലെന്നേ. രാജമ്മ ടീച്ചർ ആനങ്ങാട്. ആണോ? എന്റെ ഒരു കസിൻ ഉണ്ട് അവിടെ. ഓ, സന്തോഷ് സാറ് ശാന്തിപുരം. ഞാനോ സാറേ? ഉഷ ടീച്ചർ വട്ടപ്പറമ്പ്. അതെവിടെയാ? നമ്മുടെ ജില്ലയിൽ തന്നെയാണേ അല്ലേ സന്തോഷ് സാറേ? പ്രീതി ടീച്ചറും ലില്ലി ടീച്ചറും കാലടി. അല്ല, അപ്പൊ വിനോദ് സാറിനില്ലേ? എനിക്ക് റിസർവാന്നേ, ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല. ജോസ് സാറിനത് കന്നി ഇലക്ഷൻ. സാറിന്റെ സെന്റർ സാറ് തന്നെ നോക്കും. സാറേ അങ്ങനെ പറഞ്ഞു. നമ്മള് പോലീസ് കംപ്ലൈന്റ് കൊടുക്കും, അല്ല പിന്നെ എന്നാ ചെയ്യാനാ? സാറേ, ഈ ഇലക്ഷൻ കഴിയുന്നവരേ ഉള്ളൂ പോലീസും പ്രൊട്ടക്ഷനും ഒക്കെ. അത് കഴിഞ്ഞാലോ എനിക്കൊന്നും നഷ്ടപ്പെടുത്താൻ വയ്യ. നാളെ അവൻ വരണം, വരും. സാറെന്നാ ഉദ്ദേശിക്കണേ? മുങ്ങി ചാവാൻ പോകുന്നവന് കച്ചത്തുരുമെന്ന് സാറ് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു കച്ചത്തുരുമ്പ് കയറി പിടിക്കാൻ പോവാ ഞാൻ. സാറിൻ്റെ കൂടെ നിൽക്കുമോ?